നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്ന് ഒരു 1.5 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്താനിട്ടിരുന്നേ. ആ ഉഴുന്ന് നല്ലോണം അങ്ങോട്ട് കുതിർന്ന് വന്നപ്പോഴേക്കും ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മാവ് വെച്ചിട്ട് ഞാനൊരു 3 പലഹാരങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം. ഉഴുന്നു മാവ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു. നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് കുഴച്ചങ്ങോട്ട് എടുത്തു, ഉപ്പൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് അരച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചു മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന മാവുണ്ടല്ലോ, ആ മാവിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്തു, ഒരു 2 നുള്ള് സോഡാപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് അത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സിയുടെ ജാറിൽ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുത്തു. അത് കുറച്ച് വെള്ളവും കൂടിയും ചേർത്തു കേട്ടോ അത് അരയ്ക്കുമ്പോഴേക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയും അതുപോലെ തന്നെ തേൻ മിഠായി ഉണ്ടല്ലോ, ഈ തേൻ മിഠായിയും ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഇതിലേക്ക് വേണ്ട കളറ് ഫുഡ് കളറ് റെഡ് കളറാണ് ചേർക്കേണ്ടത്. ഞാനത് ഫുഡ് കളർ ചേർക്കാണ്ടിരിക്കാനായിട്ടാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ മഞ്ഞ നിറത്തിലുണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാര പാനിയും കൂടിയും കാച്ചണം. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് അതും കൂടി ഒന്ന് പാനിയായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് അങ്ങോട്ട് റെഡിയായി അങ്ങോട്ട് വന്നപ്പോഴേക്ക് പിന്നെ അടുപ്പത്തേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു. ഞാൻ തേൻ മിഠായിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എണ്ണ അങ്ങോട്ട് ചൂടായി വന്നപ്പോഴേക്കും ഒരു സ്പൂണിൽ ആ മാവ് കുറേശ്ശെ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വറുത്തങ്ങോട്ട് എടുത്തു. ഇതിപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. തേൻ മിഠായി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ചുവപ്പ് കളറാണ്. ഞാൻ ആ കളറ് ചേർക്കാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇത്തിരി മഞ്ഞ കളറാണ്. പക്ഷേ സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം അങ്ങോട്ട് മൊരിഞ്ഞങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും ഇത് ഞാൻ ആ പഞ്ചസാര പാനിയിലേക്ക് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് പഞ്ചസാര പാനിയിലിട്ട് അതങ്ങോട്ട് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുത്തു. ഈ തേൻ മിഠായി അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് റെഡിയായി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ജിലേബിയാണ്. അപ്പം ചൂടെണ്ണയിൽ ജിലേബിയുടെ മാവ് ഇതേപോലെ അങ്ങോട്ട് ചുറ്റിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ജിലേബി അങ്ങോട്ട് വറുത്തെടുത്തു. അതും ആ പഞ്ചസാര പാനിയിലിട്ട് നല്ലവണ്ണം അങ്ങോട്ട് കുതിർത്തി അങ്ങോട്ട് എടുത്തു. അപ്പം എടുത്ത മാവ് മൊത്തം ഇതേപോലെ നല്ലവണ്ണം അങ്ങോട്ട് വറുത്ത് നല്ല മൊരിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇതേപോലെ പാനിയിലേക്ക് ഇട്ടെടുത്ത് ആ ജിലേബി അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ജിലേബി എല്ലാം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കിയത് ഞാൻ ഇതേ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ഉഴുന്നിൻ്റെ മാവ് ഇതേപോലെ എടുത്തിട്ട് ഓരോന്നിങ്ങനെ ആ വടയുടെ ആകൃതിയിൽ എണ്ണയിൽ അങ്ങോട്ട് ഇട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് വറുത്തെടുത്തു. നല്ല മൊരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉഴുന്നുവട റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഉഴുന്നുവട ഉണ്ടാക്കി അങ്ങോട്ട് തിന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉഴുന്നുവട ഉണ്ടല്ലോ, അത് ശരിക്കും ഉഴുന്നുവടയല്ല. നല്ല ഉഴുന്നരച്ച് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഉഴുന്നുവടയും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഉഴുന്നുവടയും തമ്മിലുള്ള വ്യത്യാസം അത് ഉണ്ടാക്കി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഉഴുന്നും ബാക്കിയുള്ള ചേരുവകളും ചേർത്തുണ്ടാക്കുന്ന ഉഴുന്നുവട ഉണ്ടല്ലോ, അതിൻ്റെ സ്വാദ് വേറെ ലെവലാണ്. ഈ 3 സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ജിലേബിയും അതുപോലെ തന്നെ തേൻ മിഠായിയുടെ റെഡ് കളറിലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഉഴുന്നുവട നല്ല അടിപൊളി സോഫ്റ്റ് ഉഴുന്നുവട കേട്ടോ. നല്ല കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉഴുന്നുവട. അതുപോലെ തന്നെ ആ തേൻ മിഠായി നല്ല ആ പഞ്ചസാരയുടെ പാനിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ഒന്ന് അമർത്തി കഴിയുമ്പോഴേക്കും ആ പാനിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ അതും കിട്ടിയിട്ടുണ്ട്. ആ റെഡ് കളറിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജിലേബി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ജിലേബി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെയൊക്കെ ഒന്ന്.